ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ അടുത്ത 10 കറണ്ട് അഫെയറിലേക്ക് പോയാലോ? ഓക്കെ, എല്ലാവർക്കും ടോക്ക് ഓൺലി PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള 10 കറണ്ട് അഫെയറുകൾ പഠിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ 2024 ജനുവരി മുതലുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അത് മുതൽ നമ്മൾ എക്സാം എഴുതാൻ പോണ വരെയുള്ള ഏകദേശം ഒരു 1.5 വർഷത്തെ കറണ്ട് അഫെയറുകൾ നമ്മൾ കമ്പൽസറി പഠിച്ചു വെക്കണം. അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ, വൈ ഭാരത് മാറ്റേഴ്സ്. എന്താണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എസ് ജയശങ്കർ ആണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എസ് ജയശങ്കർ. ആർക്കും എനർജി പോകുന്നില്ലല്ലോ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, എനർജി പോകാനേ പാടില്ല. 10 കറണ്ട് അഫെയർ ഒക്കെ പഠിക്കാൻ എത്ര എനർജി വേണം? ഒന്നും വേണ്ട അല്ലെ. ഓക്കെ, വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ. നെക്സ്റ്റ്, ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം ലഭിച്ച കാന്തല്ലൂരിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ആണ് ജിതേഷ് ജി. ഇത് നമ്മൾ മുമ്പ് എപ്പോഴും ഡിസ്കസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം ലഭിച്ച കാന്തല്ലൂരിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ആണ് ജിതേഷ് ജി. നെക്സ്റ്റ്, അയോധ്യയിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി. അയോധ്യയിൽ ഇപ്പോ ഉണ്ടല്ലോ, അപ്പൊ ആ വിഗ്രഹത്തിന്റെ ശില്പി അരുൺ യോഗിയാണ് കേട്ടോ. അയോധ്യയിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി അരുൺ യോഗി. ഫോർത്ത് വൺ, ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ സുബൈദാർ. ആദ്യത്തേതാണ്, അതുകൊണ്ട് ഓർത്തു വെക്കുക. ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ സുബൈദാർ ആണ് നമ്മുടെ പ്രീതി. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ബാംഗ്ലൂരു അപ്പോളോ ക്യാൻസർ സെന്റർ. ഓക്കെ, അവിടെയാണ് ബാംഗ്ലൂരിലുള്ള അപ്പോളോ ക്യാൻസർ സെന്ററിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത്. ഓക്കെ, അടുത്തിടെ കന്നഡയിലും സംസ്കൃതത്തിലും എഴുതിയ AD 10ാം നൂറ്റാണ്ടിലെ കദംബ ലിഖിതം കണ്ടെത്തിയത് എവിടെയാണ്? ഗോവയിലെ കക്കോടയിലെ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത്. എന്താണ്? കന്നഡയിലും സംസ്കൃതത്തിലും എഴുതിയ AD 10ാം നൂറ്റാണ്ടിലുള്ള കദംബ ലിഖിതം കണ്ടെത്തിയത് ഗോവയിലെ കക്കോടയിലെ മഹാദേവ ക്ഷേത്രത്തിലാണ്. സെവൻത് വൺ, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഏറ്റവും മികച്ച നഗരമായി തിരഞ്ഞെടുത്തത് എവിടെയാണ്? നമ്മുടെ ചെന്നൈനെയാണ് ഗൈസ്. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഏറ്റവും മികച്ച നഗരമായി തിരഞ്ഞെടുത്തത് ചെന്നൈ. 2024 ജനുവരിയില് ഒഡീഷയിൽ പ്രവർത്തനം ആരംഭിച്ച എയർപോർട്ടാണ് മാൽഗൻഗിരി. എന്താണ്? മാൽഗൻഗിരി. അപ്പൊ മാൽഗൻഗിരി എവിടെയാണ്? ഒഡീഷയിലുള്ള എയർപോർട്ടാണ്. 2024 ജനുവരിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. നയൻത് വൺ, ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ്? പഞ്ച് കടുവ റിസർവ്, മഹാരാഷ്ട്ര. പഞ്ച് ടൈഗർ റിസർവ് കേട്ടിട്ടില്ലേ? മഹാരാഷ്ട്രയിലുള്ള, അവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. എന്താ സംഭവം? സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന പേരിലുള്ള BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ എവിടെയാണ്? വിജയവാഡ. ആന്ധ്രയിലുള്ള വിജയവാഡയിലാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് സ്ഥിതി ചെയ്യുന്നത്. BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് ആന്ധ്രയിലെ വിജയവാഡയിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളുടെ 10 കറണ്ട് അഫെയർ ഇതാ തീർന്നിരിക്കുന്നു. എത്ര സിമ്പിൾ ആണ് അല്ലെ? ഇങ്ങനെ 10 കറണ്ട് അഫെയറുകൾ വെച്ച് പഠിക്കുമ്പോൾ നമുക്കതൊരു എഫേർട്ടേ ആയിട്ട് ഫീൽ ചെയ്യില്ല. മാത്രമല്ല, നിങ്ങൾ ഇതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ടോപ്പിക്കുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ PSC ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മലയാളമായി റിലേറ്റ് ചെയ്ത്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. പ്ലേലിസ്റ്റിൽ പോകുമ്പോൾ നമ്മളുടെ സിലബസിന്റെ അതേ ഓർഡറിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ള ഭാഗം വളരെ എന്താ പറയാ, എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ അത് ഓഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ലക്ഷ്മികാന്ത് ഒക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയാ ഫീല് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ പ്രിയാമ്പിൾ നന്നായി ചെയ്തിട്ടുണ്ട്, പിന്നെ അതിന്റെ കുറച്ച് കോഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. പിന്നെ എക്കണോമിക്സ് 1-2 ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത ക്ലാസ്സുകൾ എന്തായാലും ഒന്ന് കേട്ട് നോക്കുക, നിങ്ങൾക്ക് ഉപയോഗപ്പെടും. പിന്നെ കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ഇങ്ങനെ എന്താ പറയാ പ്രിപ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് എഴുതി നിറച്ച് ക്ലാസ് എടുക്കാനുള്ള ഒരു ടാസ്ക് ഉണ്ട്. എന്നാലും നമ്മൾ പറ്റുന്നിടത്തോളം ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, കറണ്ട് അഫെയർ പഠിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ നിങ്ങൾ വെറുതെ, അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് ആ ടോപ്പിക്ക് വെറുതെ കേൾക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് കമ്പൽസറി ഓഡിയോ കേൾക്കണം. അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ പറയില്ലേ, ആദ്യം പഠിക്കുക, ഒരു 48 hours ഉള്ളിൽ വീണ്ടും അത് നമ്മൾ റിവൈസ് ചെയ്യണം. അത് കഴിഞ്ഞൊരു 3 days കഴിഞ്ഞാൽ വീണ്ടും അത് റിവൈസ് ചെയ്യണം. പിന്നെ ഒരു 1 week കഴിഞ്ഞാൽ അത് വീണ്ടും, പിന്നെ ഒരു 21 days കഴിഞ്ഞാൽ വീണ്ടും. ഇത്രയും ഓർഡറിൽ നിങ്ങൾ ആ സാധനം റിവൈസ് ചെയ്യാൻ തയ്യാറായ അത് പിന്നെ നിങ്ങളുടെ എന്താ പറയാ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ പതിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ചൊല്ലുന്ന പോലെ ആയിരിക്കും. അതായത് എക്സാം ഹോളിൽ ആ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഒരു തെറ്റുമില്ലാതെ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കണം. അപ്പൊ നിങ്ങൾ ഒരു ടോപ്പിക്ക് സെറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അത് ഈ ഇന്റർവെൽസുകളിൽ നിങ്ങൾ അത് കമ്പൽസറി റിവൈസ് ചെയ്യുന്നുള്ള ഒരു എന്താ പറയാ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. നമ്മൾ പറഞ്ഞില്ലേ, ഒരു കലണ്ടർ, ഒരു ഡെഡ് ലൈൻ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം. നമ്മളുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്ര പേർക്ക് യൂസ്ഫുൾ ആയി എന്നറിയില്ല, പക്ഷെ ശരിക്കും സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. പിന്നെ എന്ത് തന്നെ ചെയ്താലും ഇല്ലെങ്കിലും പഠിക്കുക എന്നുള്ളത് കമ്പൽസറിയാണ്. പഠിച്ചാൽ തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ചിലർ പറയും ഞാൻ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട്. അങ്ങനെയൊന്നും പറ്റില്ല. കാരണം നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അത് ഒരു സബ്ജക്ട് പഠിച്ചിട്ട് അത് പോയി എക്സാം എഴുതല്ല. നമ്മളുടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അല്ലെ. എത്ര ടോപ്പിക്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതിൽ തന്നെ എത്ര ടോപ്പിക്കുകൾ. പിന്നെ എന്തൊക്കെയുണ്ട്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, IT, കല, സംസ്കാരം, സ്പോർട്സ്, ഇനി പറയേണ്ട എല്ലാ കാര്യങ്ങളും വേൾഡിലുള്ള നമുക്ക് പഠിക്കാണ്ടല്ലേ. അതും കേരളവും ഇന്ത്യയും വേൾഡും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് മെമ്മറി ചെയ്യുന്ന ആ ടൈം എടുത്ത് ഒരു എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ അതിന് അത്രയും പ്രിപ്പറേഷൻ വേണം. അല്ലാതെ ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറയുന്നതൊക്കെ വെറുതെയാണ്. അത് കേട്ടിട്ട് നിങ്ങൾ ആരും പഠിക്കാതിരിക്കേണ്ട. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.